ഹലോ, ഹെൽത്ത് ആൻഡ് ലൈഫ് എന്ന ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രോക്സിമൽ ഹ്യൂമറസ് അല്ലെങ്കിൽ ഷോൾഡർ ഫ്രാക്ചർ സംബന്ധിച്ച ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ ഒരു ചികിത്സാ നിർദ്ദേശമോ ഒരു സർജിക്കൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒപ്പീനിയനോ അല്ല. ഇത് തികച്ചും ഇൻഫർമേറ്റീവ് പർപ്പസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നിർമ്മിച്ചൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ആരും ഇതിനെ ഒരു സർജിക്കൽ ഒപ്പീനിയനായി അല്ലെങ്കിൽ മെഡിക്കൽ ഒപ്പീനിയനായി കാണരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇനി വീഡിയോസ് നമ്മൾ എല്ലാ ശനിയാഴ്ചയും ഓരോ വീഡിയോ നമ്മൾ റെഗുലറായി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകൾ. എങ്കിലും അടുത്ത ആഴ്ച മുതൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ ഐറിഷ് ടൈം 6 മണി 6 AM, അതുപോലെ ഇന്ത്യൻ ടൈം 11:30 AM ഈ ടൈമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി വരും ആഴ്ചകളിൽ ശനിയാഴ്ച. അപ്പോൾ അതിൽ നമ്മൾ ഹെൽത്ത് വീഡിയോസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റ് പ്രോഡക്ട്സ്, എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള അറിവുള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും അതിനെക്കുറിച്ച് യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സ് നൽകുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇവയെല്ലാം സെപ്പറേറ്റ് ലിസ്റ്റുകളാക്കി ചാനലിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ കാണേണ്ടവർക്ക് അത്തരത്തിലുള്ള ലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോസ് കാണാം. റീസെൻ്റ്ലി ഞാൻ ടർക്കി ഹോളിഡേയ്സ് ചെയ്ത ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ വീഡിയോസും ലിസ്റ്റുകളായിട്ട് ഒരു ഹോളിഡേ ട്രാവൽ വീഡിയോസായിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോക്സിമൽ ഹ്യൂമറസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഫ്രാക്ചർ ആയ ഒരാൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രോക്സിമൽ ഫ്രാക്ചർ, ഹ്യൂമറൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഷോൾഡർ ഫ്രാക്ചർ നമുക്ക് ആക്സിഡൻറ്റ് കൊണ്ടോ നമ്മൾ ബെഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്നോ ഒക്കെ മറിയുമ്പോഴോ അല്ലെങ്കിൽ സ്പോർട്സ് കൊണ്ട് ഒക്കെ സംഭവിക്കാവുന്ന ഒരു ഫ്രാക്ചറാണ്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രോക്സിമൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഹ്യൂമറൽ ഫ്രാക്ചർ പ്രോക്സിമൽ ഹ്യൂമറൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഹ്യൂമറൽ ഷാഫ്റ്റ് ഫ്രാക്ചർ ഇവയെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ എവിടെയെങ്കിലും ഷോൾഡറിൽ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് സാധാരണ ഓർത്തോപെഡിക് സർജൻസ് ചെയ്യാറ്. ഒന്ന്, അത് പ്ലേറ്റ് കൊണ്ട് ഫിക്സ് ചെയ്യുക, പ്ലേറ്റും സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായിട്ട് അതിന് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതെ തന്നെ അതിനെ ഇമ്മൊബിലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്ലിങ്ങിലിട്ടുകൊണ്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയും നിലവിലുണ്ട്. അപ്പോൾ ഓർത്തോപെഡിക് സർജൻ എക്സ്റേ നോക്കിയതിന് ശേഷം ഫ്രാക്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സാധാരണ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ നിന്ന് ഒരു ഓപ്ഷനാണ് സാധാരണ മുന്നോട്ട് പോകാറ്. ഇനി ഇത്തരത്തിൽ ഷോൾഡർ ഫ്രാക്ചർ വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇമീഡിയറ്റ് ടൈമിൽ എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പെയിൻ, നല്ല പെയിൻ ആയിരിക്കും. ഈ ഷോൾഡർ ഫ്രാക്ചർ സർജിക്കലി ഫിക്സ് ചെയ്തവർക്കും അല്ലാതെ തന്നെ സർജിക്കലി ഫിക്സ് ചെയ്യാതെ കൺസർവേറ്റീവായിട്ട് സ്ലിങ് ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്ത് പ്രത്യേകിച്ച് സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞവർക്കും ആണെങ്കിൽ പോലും ഈ രണ്ട് കാറ്റഗറി ആളുകൾക്കും ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ആഴ്ച വരെ വളരെയധികം പെയിന് കാണാറുണ്ട്. അപ്പോൾ ആ പെയിനിന് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്. നമുക്ക് ഷോൾഡർ സ്റ്റിഫായി ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഷോൾഡറിന് താഴെയുള്ള എൽബോ, റിസ്റ്റ്, അതുപോലെ ഫിംഗേഴ്സ്, ഈ ജോയിൻറ്റുകളെല്ലാം സ്റ്റിഫായി മാറാൻ സാധ്യതയുണ്ട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം. അത് ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്, വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ സർജറി കൊണ്ട് ഫിക്സ് ചെയ്താലും അല്ലെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഒരു 3 ആഴ്ച മുതൽ ഒരു 8 ആഴ്ച അല്ലെങ്കിൽ 10 ആഴ്ച വരെയൊക്കെ സ്ലിങ് ഉപയോഗിച്ച് ഷോൾഡർ ഇമ്മൊബിലൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് സർജൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. സർജറി കഴിഞ്ഞവർക്ക് കംഫർട്ടിനും അല്ലാതെ തന്നെ ട്രീറ്റ്മെൻറ്റായിട്ട് ഓപ്ഷനായിട്ട് സ്ലിങ് ഇടുന്നവർക്ക് അത് ഇമ്മൊബിലൈസ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ സാധാരണ സർജന്മാർ നിർദ്ദേശിക്കുന്നത്. പിന്നീട് മറ്റൊരു പ്രശ്നം, ഈ
ഷോൾഡർ ഫ്രാക്ചർ ഉള്ളവർക്ക് വരുന്നത് ഈ ആംപിറ്റ് ഹൈജീനാണ്. അതായത് നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്ത് ആംപിറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ഹൈജീൻ നിറവേറ്റുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് കണ്ടുവരാറുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമുള്ളത്, നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഷോൾഡർ ഫ്രാക്ചർ അല്ലെങ്കിൽ ഒരു ഷോൾഡറിന് അല്ലെങ്കിൽ ഹ്യൂമറസിന് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം, ഒരു ഫിസിയോതെറാപ്പി പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് എങ്ങനെ എന്ന് നോക്കാം. പെയിൻ സർജറി കഴിഞ്ഞവർക്ക് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ വളരെയധികം പെയിൻ ഉള്ളതായിട്ട് ഷോൾഡർ സർജറി കഴിഞ്ഞവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പെയിനിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പെയിൻ നമ്മളെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള പെയിൻ ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ എന്താണോ പെയിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളത്, ആ ടാബ്ലറ്റ് വളരെ റെഗുലറായിട്ട് തന്നെ പെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ പീരീഡുകളിൽ, ആദ്യത്തെ 3 ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള ടൈമിൽ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് പെയിൻ മാനേജ് ചെയ്യുന്നതിൽ വളരെ അനുയോജ്യമായ ഒരു രീതിയാണ്. പെയിൻ നന്നായി പെട്ടെന്ന് വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടു വന്നിട്ടുണ്ട്. പിന്നെ പെയിൻ കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗം നമ്മൾ സ്ലീപ്പിംഗ് പൊസിഷനാണ്. സർജറി കഴിഞ്ഞവർക്കും സർജറി കഴിയാത്തവർക്കും ഈ ഷോൾഡർ ഫ്രാക്ചറിൽ നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലീപ്പിംഗ് പൊസിഷനിൽ വളരെയധികം പെയിൻ ഉള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്രൈറ്റ് പൊസിഷനിൽ സ്ലീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗം. പുറകിൽ ഒരു പില്ലോ വയ്ക്കുക, അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൽബോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പില്ലോ വയ്ക്കുക. അങ്ങനെ അപ്രൈറ്റ് പൊസിഷനിൽ സ്ലീപ്പ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ പെയിൻ ഈസ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് കോൾഡ് ആപ്ലിക്കേഷനാണ്. നമ്മൾ കോൾഡ് പാക്കുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ മേടിക്കാൻ കിട്ടുന്ന കോൾഡ് പാക്കുകളുണ്ട്, കോൾഡ് കംപ്രസ് പാക്കുകൾ. അവ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിൽ വച്ച് ഒരു നിശ്ചിത സമയത്തിന് ശേഷം എടുത്ത് നമുക്ക് കോൾഡ് കംപ്രസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ഈ ഇമ്മീഡിയറ്റ് പീരീഡിൽ പെയിൻ ഈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതും നമ്മൾ സാധാരണ സർജന്മാർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമതായി ഈ ഷോൾഡർ ഇഞ്ചുറി അല്ലെങ്കിൽ പ്രോക്സിമൽ ഹ്യൂമറസ് ഫ്രാക്ചർ സംഭവിച്ചവർക്ക് കണ്ടുവരുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്. അത് ജോയിൻറ്റിന് സ്റ്റിഫ്നെസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഷോൾഡറിന് താഴെയുള്ള എൽബോ ജോയിൻറ്റ്, റിസ്റ്റ്, അതുപോലെ തന്നെ ഫിംഗറുകൾ, ഇവയ്ക്കെല്ലാം സ്റ്റിഫ്നെസ്, മൂവ് ചെയ്യാൻ പറ്റാതെ വളരെ സ്റ്റിഫായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 വീക്സിൽ നമ്മൾ സർജറി ചെയ്യുന്നവർ, സർജറി നിർദ്ദേശിച്ച് സർജറി കഴിയുന്നവർ വളരെ പെട്ടെന്ന് തന്നെ, അതായത് അതേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ തന്നെ ഈ ജോയിൻറ്റുകൾ, ഷോൾഡറിന് താഴെയുള്ള ജോയിൻറ്റുകൾ, എൽബോ, റിസ്റ്റ്, ഫിംഗേഴ്സ്, ഇവ പതിയെ പതിയെ മൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ജോയിൻറ്റുകളെല്ലാം സ്റ്റിഫായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് ശേഷം ഈ ഷോൾഡറിന് തന്നെ നമ്മൾ സ്റ്റിഫാവാതെയുള്ള എക്സസൈസുകൾ, പ്രോഗ്രാമുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് സർജൻ മിക്കവാറും എക്സസൈസുകൾ നിർദ്ദേശിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ സർജൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യുകയും അവർ ഇതിന് നേതൃത്വം കൊടുക്കുകയും എന്തൊക്കെ എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ആ എക്സസൈസ് വളരെ റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് സർജറി ചെയ്ത ഒരാൾക്കാണെങ്കിലും അല്ലാതെ തന്നെ സ്ലിങ്ങിൽ ഇമ്മൊബിലൈസ് ചെയ്ത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാണെങ്കിൽ പോലും ഈ ഷോൾഡർ എക്സസൈസ് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഷോൾഡർ സ്റ്റിഫ്നെസ് അവോയ്ഡ് ചെയ്യുന്നതിൽ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഷോൾഡർ നമുക്ക് കൈ പൊക്കുന്നതിനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അത് സൈഡുകളിലേക്ക് അല്ലെങ്കിൽ ഉൾവശത്തേക്ക് മൂവ് ചെയ്യുന്നതിനോ ഒക്കെ കഴിയാത്ത രീതിയിൽ ഇത് ജോയിൻറ്റ് സ്റ്റിഫായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 2 മുതൽ 3 ആഴ്ച കഴിയുന്ന സമയത്ത് ഈ സർജറി ചെയ്തവർക്ക് അല്ലെങ്കിൽ സർജറി ചെയ്യാതെ ട്രീറ്റ് ചെയ്തവർക്കും ഈ ഷോൾഡർ
മൂവ്മെൻറ്റ് എക്സസൈസുകൾ വളരെ പ്രധാനമാണ്. അത് ഗ്രാജുവലായി ഡെവലപ്പ് ചെയ്ത് പെയിൻ കുറയുന്നതനുസരിച്ച് ഗ്രാജുവലായി ഡെവലപ്പ് ചെയ്ത് ഫുൾ മൂവ്മെൻറ്റിലേക്ക് ഷോൾഡർ കൊണ്ടുവരേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഷോൾഡർ ഇഞ്ചുറി കഴിഞ്ഞ ഒരാൾക്ക്. ഷോൾഡർ ഇഞ്ചുറി സംഭവിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ പ്രോക്സിമൽ ഹ്യൂമറസ് സർജറി കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ എപ്പോഴും ഷോൾഡർ സ്ലിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്. സർജറി കഴിഞ്ഞ ഒരാൾക്ക് കംഫർട്ടിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 3 ആഴ്ച മുതൽ 4 ആഴ്ച വരെ സർജൻ സാധാരണ ഷോൾഡർ സ്ലിങ് ഉപയോഗിക്കാൻ പറയാറുണ്ട്. അല്ലാതെ സർജറി അല്ലാതെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, അതായത് ഇമ്മൊബിലൈസേഷൻ ചെയ്ത് സർജറി വേണ്ട എന്ന് പറഞ്ഞ് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഷോൾഡർ സ്ലിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഷോൾഡർ സ്ലിങ് വഴി ബോണുകൾ അനങ്ങാതെ നമ്മൾ സ്ലിങ്ങിലിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് വച്ച് 6 ആഴ്ചയോളം 6 ആഴ്ച മുതൽ 10 ആഴ്ച വരെയൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഫ്രാക്ചർ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിന് താഴത്തുള്ള ജോയിൻറ്റുകൾ നമുക്ക് മൂവ്മെൻറ്റ് സ്റ്റിഫാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഷോൾഡർ സ്ലിങ് വളരെ റെഗുലറായിട്ട് ധരിക്കേണ്ടത് ഈ കൺസർവേറ്റീവ് ഷോൾഡർ ഫ്രാക്ചർ മാനേജ്മെൻറ്റ് ചെയ്തവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൺസർവേറ്റീവ് ഷോൾഡർ മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഷോൾഡർ ഇഞ്ചുറിക്ക് ശേഷം ഡോക്ടർ പറയുന്നത് വരെ ഈ സ്ലിങ് ധരിക്കേണ്ടതാണ്. പ്രോക്സിമൽ ഹ്യൂമറസ് അല്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി സംഭവിച്ച ഒരാൾക്ക് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ആംപിറ്റ് അല്ലെങ്കിൽ കക്ഷം ഭാഗം ക്ലീൻ ചെയ്യുന്നതിലാണ്. ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ ഈ പെയിനുള്ള സമയത്ത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യാതെ വയ്ക്കുകയും അത് പിന്നീട് ഹൈജീൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ പിന്നീട് ഇൻഫെക്ഷൻ പ്രോബ്ലംസ് ഒക്കെ പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ ഒരാൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും സ്ലിങ്ങിൽ നിന്ന് പുറത്തിടണമെങ്കിൽ പുറത്തിടാൻ പറ്റിയ ഒരു സ്റ്റേജ് ആണെങ്കിൽ സ്ലിങ്ങിൽ നിന്ന് പുറത്തിട്ടതിന് ശേഷം മുന്നോട്ട് ലീൻ ഫോർവേഡ് ചെയ്തതിന് ശേഷം കൈ മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് കൂടുതൽ സ്പേസ് ഈ ആംപിറ്റിൽ കിട്ടുകയും അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ബാലൻസ് ആദ്യത്തെ കുറച്ച് നാളുകൾ ഈ ബാലൻസ് കുറവുള്ളവർ ചിലപ്പോൾ സർജറി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ചിലർക്ക് ബാലൻസ് കറക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളവർ ഒരു ചെയറിലിരുന്ന ശേഷം ഇങ്ങനെ മുന്നോട്ട് ലീൻ ഫോർവേഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സിലറി പാർട്ട് ഈ ആംപിറ്റ് ആക്സസ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി പ്രോക്സിമൽ ഹ്യൂമറസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഷോൾഡർ ഫ്രാക്ചർ സംഭവിച്ച ഒരാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് പ്രോഗ്രാമുകൾ ചെയ്യുക എന്നുള്ളത്. എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഷോൾഡർ ജോയിൻറ്റ് അതുപോലെ താഴത്ത് ഉള്ള മറ്റ് ജോയിൻറ്റുകൾ എൽബോ, റിസ്റ്റ്, ഫിംഗർ ജോയിൻറ്റ്സ് ഇവയെല്ലാം സുഗമമായി ചലിപ്പിക്കുന്നതിന് ഈ എക്സസൈസുകൾ നമ്മെ സഹായിക്കും. ഷോൾഡർ ഇഞ്ചുറി അല്ലെങ്കിൽ ഹ്യൂമറസ് ഇഞ്ചുറി കഴിഞ്ഞ ഒരാൾ ആദ്യത്തെ ഒരു 2 ആഴ്ച താഴത്തെ ജോയിൻറ്റുകൾ, അതായത് എൽബോ, റിസ്റ്റ്, ഫിംഗർ ജോയിൻറ്റുകൾ നന്നായി ചലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോയിൻറ്റ് സ്റ്റിഫാവുന്നത് ഒഴിവാക്കാനായിട്ട്. ഇനി 2 മുതൽ 3 ആഴ്ച വരെ സമയം അത് കഴിയുമ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റും നമുക്ക് സാവധാനം ചലിപ്പിച്ച് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഷോൾഡർ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് ഒഴിവാക്കാനായിട്ട് ഈ എക്സസൈസുകൾ പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഈ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സർജൻ്റെ അഡ്വൈസ് പ്രകാരം ഇന്ന രീതിയിലൊക്കെ നമുക്ക് മൂവ് ചെയ്യാം എന്ന് ഉള്ള എക്സസൈസുകൾ നമ്മൾ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്ത് പതിയെ വേദന കുറയുന്നതനുസരിച്ച് പതിയെ കൂട്ടിക്കൊണ്ട് വന്ന് മൂവ്മെൻറ്റ് വളരെ കറക്റ്റായിട്ട് പഴയ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ്. അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഷോൾഡർ ഇഞ്ചുറി അല്ലെങ്കിൽ
ഹ്യൂമറസ് ഇഞ്ചുറി കഴിഞ്ഞ ഒരാൾ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം, ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യണം എന്നുള്ള ഒരു കണ്ടൻ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോൾഡർ ഇഞ്ചുറി ഉള്ളവർ അല്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി ഉള്ള റിലേറ്റീവ്സ് ഉള്ളവർ ഈ വീഡിയോ കാണുക, അവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോ ആവശ്യമുള്ള ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.